ആലപ്പുഴയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞോ? ട്രയൽ റൺ പൂർത്തിയാക്കി എന്ന് മനസ്സിലാക്കുന്നു. വലിയൊരു ജനപങ്കാളിത്തം, ബഹുജന പങ്കാളിത്തം, അത് യുവജനങ്ങൾ മാത്രമല്ല, പല മേഖലകളിലും നമ്മൾ കാണുന്നു. കൊച്ചുകുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. ആ രീതിയിൽ ഒരു പൊതുജന പങ്കാളിത്തം അതാണ് ഉറപ്പുവരുത്തുന്നത് ഡിവൈഎഫ്ഐ. ആലപ്പുഴയിൽ എങ്ങനെയാണ്? സ്മിത, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തീരദേശ മേഖലയിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ അരൂർ മുതൽ ഓച്ചിറ വരെയുള്ള ഭാഗത്താണ് മനുഷ്യച്ചങ്ങല ഉള്ളത്. ട്രയൽ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നിലവിൽ വർഗ ബഹുജന സംഘടനകളുടെ തൊഴിലാളി വർഗ പാർട്ടിയുടെ ഈറ്റില്ലമായിട്ടുള്ള ആലപ്പുഴയിൽ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. ശരിക്കും ഒരു താക്കീത് തന്നെയാണോ, അതൊരു മുന്നറിയിപ്പാണോ മനുഷ്യച്ചങ്ങല? ഇത് കേരളത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇന്ത്യ സർക്കാർ നൽകുന്നത്. വരാൻ പോകുന്ന ഫെബ്രുവരി 8-ാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമരത്തിൽ ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുകയാണ്. ഞങ്ങൾ ജനപ്രതിനിധികളും പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ വലിയ ഒരു സമരത്തിൻ്റെ അതിന് മുന്നോടിയായി നടക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ ഒരു വലിയ പ്രതിഷേധം കൂടിയാണ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത്. ന്യായമായും കേരളത്തിൽ ലഭിക്കേണ്ട ഭരണഘടനയുടെ വകുപ്പുകൾ പ്രകാരം തന്നെ കേരളത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. കേരളത്തിൻ്റെ നികുതി വിഭവങ്ങൾ നൽകുന്നില്ല. ഇത് കേരളത്തിൻ്റെ ആകെ ഉണ്ടാകേണ്ട വളർച്ചയെ മൊത്തത്തിൽ മുരടിപ്പിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിൻ്റെ വിവരങ്ങൾ നീതി ആയോഗ് CEO തന്നെ വെളിപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ബോധപൂർവമാണ് എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ കേരളത്തെ ഒരു ശത്രു രാജ്യത്തോട് എന്ന പോലെ കാണുന്ന ഈ സമീപനത്തിനെതിരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധമാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അണിനിരുന്നു കൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധ ചങ്ങലയായി ഇത് മാറുകയാണ്. ചങ്ങല ഒരു തുടക്കമാണ്. ഇനിയിപ്പോൾ ഡൽഹിയിലേക്കൊക്കെ സമരം വ്യാപിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് ഈ രീതിയിലുള്ള സമരം കൊണ്ടുവരികയാണല്ലോ. 3.5 കോടി വരുന്ന മലയാളിയുടെ പ്രതിഷേധത്തിൻ്റെയും താക്കീതിൻ്റെയും ദിനമാണ് ഇന്നത്തെ ദിവസകാലം. ഈ സമരം ആളിപ്പടരാൻ പോവുകയാണ്. കേരളത്തിൻ്റെ ആത്മാഭിമാനവും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ അർഹതപ്പെട്ട വിഹിതവും നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. അതിൽ ഈ കേരളമാകെ ഒന്നിച്ചണിനിരക്കുന്ന മഹത്തായ ഒരു പോരാട്ട ദിനമാണ് ഇന്നത്തെ ദിവസക്കാലം. പലവിധ അവഗണനകൾ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. കേന്ദ്രം റെയിൽവേ രീതിയിൽ അവഗണന, യുവാക്കൾക്ക് തൊഴിലില്ലായ്മ. ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിൻ്റെ അവഗണന എന്താണ്? ഏത് വിഷയത്തിലാണ് കേന്ദ്രം രാഷ്ട്രീയമായി കേരളത്തെ മാറ്റി നിർത്തുന്നത്? കേരളത്തെ രാഷ്ട്രീയമായി യൂണിയൻ സർക്കാർ വേട്ടയാടുകയാണ്. തൊഴിലില്ലായ്മ എന്നുള്ളത് രാജ്യത്തെ യുവാക്കളാകെ ബാധിക്കുന്നു. കേരളത്തെ എടുത്തു കഴിഞ്ഞാൽ റെയിൽവേ, അതുപോലെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ വഷളീകരിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ, ഇതൊക്കെ നാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം ബദൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആ ബദലിനെ തകർക്കാൻ വേണ്ടിയാണ് യൂണിയൻ സർക്കാർ ശ്രമിക്കുന്നത്. പക്ഷേ കേരള ജനത ഒറ്റക്കെട്ടായി ഇതിനെ ചെറുത്തു പരാജയപ്പെടുത്തും. ഇത് ഞാനിപ്പോൾ ആലപ്പുഴയിലാണല്ലോ നിങ്ങളോട് സംസാരിക്കുന്നത്. ആലപ്പുഴയുടെ മണ്ണ് ചരിത്രപരമായ പ്രത്യേകതയുള്ള മണ്ണാണ്. എല്ലാ അർത്ഥത്തിലും SRCPയുടെ ആ തോക്കുകളോട് യുദ്ധമുന്നണിയിൽ അതിനെതിരായി പോരടിച്ചിട്ടുള്ള ഒരു ജനതയുടെ ചരിത്രമാണ്. അതുകൊണ്ട് ഈ ആലപ്പുഴ ഉൾപ്പെടെ അടയാളപ്പെടുത്തുന്നത് കീഴടങ്ങാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നുള്ളതാണ് ആ പ്രഖ്യാപനം. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്.